എവരിവൺ, എല്ലാവർക്കും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 ചാപ്റ്റർ 7 വർക്ക്സ്. നമ്മൾ ചാപ്റ്റർ 6 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾസ് 162 വരെയുള്ള ആർട്ടിക്കിൾസാണ് ചാപ്റ്റർ 6 വരെ വരുന്നത്. ചാപ്റ്റർ 7 വർക്ക്സിൽ 163 മുതൽ 198 വരെയുള്ള ആർട്ടിക്കിൾസാണ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ക്ലാസ്സിൽ നമുക്കിതിലെ പ്രധാനപ്പെട്ട ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പരിശോധിക്കാം. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും വിത്ത് ബുക്സൊക്കെ ആയതുകൊണ്ട് ടെക്സ്റ്റ് വെച്ച് കേൾക്കണം. പുസ്തകം പരീക്ഷകളിൽ ഉപയോഗിക്കാവുന്നതെല്ലാം വിത്ത് ബുക്സ് എന്ന് പറയും അല്ലേ. അത് നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ പുസ്തകം ഉപയോഗിച്ച് തന്നെ പുസ്തകം കൂടി ശ്രദ്ധിച്ചു വിട്ട് വേണം ക്ലാസ്സുകൾ കേൾക്കേണ്ടത്. അതായത് ഈ ക്ലാസ് കേൾക്കുമ്പോൾ പുസ്തകമുള്ളവർ പുസ്തകം കൂടി അടുത്ത് വെച്ചേക്കണം. ക്ലാസ് കേട്ടതിന് ശേഷം പുസ്തകത്തിലെ ആ പ്രസ്തുത ആർട്ടിക്കിൾ അല്ലെ റൂള് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കുന്നതും നല്ലതാണ്. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ടേബിൾ ഓഫ് കണ്ടൻസ് മനസ്സിലാക്കിയിരിക്കണം ഓരോ ചാപ്റ്ററിലെയും. അതായത് ഈ ചാപ്റ്റർ എല്ലാം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരുമിച്ചുള്ള ഒരു ടേബിൾ ഓഫ് കണ്ടൻസും നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സിൽ കേട്ടതിന് ശേഷം മാത്രമേ ഇൻഡെക്സുകൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. എല്ലാ ബുക്കിൻ്റെയും ലാസ്റ്റ് പേജുകളിലൊക്കെ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഒരു സബ്ജക്റ്റ് വൈസ് ഇൻഡെക്സ് ഉണ്ട്. ചാപ്റ്റർ വൈസ് അല്ല. ടേബിൾ ഓഫ് കണ്ടൻസ് ചാപ്റ്റർ വൈസ് ആണ് അല്ലേ. പക്ഷേ ഇൻഡെക്സ് സബ്ജക്റ്റ് വൈസ് ആണ്. പക്ഷേ അത് ലൊക്കേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഇൻഡെക്സുകളാണ് പല ടെക്സ്റ്റിലും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ക്ലാസ്സിൽ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഡെക്സ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഫെമിലിയാരിറ്റി വരും. അപ്പോൾ ഇൻഡെക്സ് നമ്മളൊന്ന് നോക്കണം. അതുപോലെ ടേബിൾ ഓഫ് കണ്ടൻസ് വായിച്ചിരിക്കണം. ടേബിൾ ഓഫ് കണ്ടൻസിൻ്റെ വീഡിയോ ഒന്ന് കേട്ടതിന് ശേഷം ക്ലാസ്സിൽ കടക്കാം. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എടുത്ത് ടേബിൾ ഓഫ് കണ്ടൻസ് വായിക്കണം. അപ്പോൾ നമുക്ക് ആൻസറൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 7 വർക്ക്സാണ്. ആർട്ടിക്കിൾ 163 മുതൽ 198 വരെയുള്ള ആർട്ടിക്കിൾസാണ് ഈ വർക്ക്സിൽ പറയുന്നത്. അതായത് സർക്കാരിൻ്റെ വിവിധതരം ജോലികൾ അല്ലെങ്കിൽ നമ്മൾ വിവിധതരം പണികൾ സർക്കാർ ചെയ്യിപ്പിക്കത്തില്ലേ, പല വർക്കുകൾ ചെയ്യിപ്പിക്കത്തില്ലേ, നിർമ്മാണ പ്രവർത്തികളൊക്കെ ചെയ്യിപ്പിക്കില്ലേ, എപ്പോൾ റിപ്പയർ ചെയ്യിപ്പിക്കത്തില്ലേ, പുതിയ കൺസ്ട്രക്ഷൻ നടത്തത്തില്ലേ, അതെല്ലാം ഈ വർക്ക്സ് എന്നുള്ള ഒരു ചാപ്റ്ററിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട് വർക്ക്സിൽ നിന്ന്. അപ്പോൾ 7ാമത്തെ ചാപ്റ്റർ വർക്ക്സാണ്. ആർട്ടിക്കിൾ 163 ഒരു ഇൻട്രോഡക്ടറി ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പം വർക്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്ക്സാണ്. വർക്ക്സിനെ വിവിധമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 164 അതായത് വർക്ക്സിനെ ഒറിജിനൽ വർക്ക്സ് എന്നും റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് എന്നൊക്കെ പ്രൈമറിലി ആയിട്ട് 2 ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അതൊക്കെ നമുക്ക് ആർട്ടിക്കിളിൽ പഠിക്കാം. അപ്പോൾ അത് ആർട്ടിക്കിൾ 164. അടുത്ത അലോട്ട്മെൻറ്റ് ഓഫ് വർക്ക്സ് ടു ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് വർക്ക്സ് അലോട്ടഡ് ടു ദ PWD ഡിപ്പാർട്ട്മെൻറ്റിന് ഏതുതരം വർക്കുകളാണ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്, അവർ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തികളാണ് ഇത് പറയുന്നത്. അതിൽ വർക്ക്സ് അലോട്ടഡ് ടു ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റായിട്ട് പറയുന്നുണ്ട്. ഫോറസ്റ്റുകാർക്കൊക്കെ ഒത്തിരി വർക്കുകളൊക്കെ വരും. അത് ആർട്ടിക്കിൾ 166. വർക്ക്സ് അലോട്ടഡ് ടു അതർ ഡിപ്പാർട്ട്മെൻറ്റാണ് ആർട്ടിക്കിൾ 167 മുതൽ 169 വരെ ഉള്ളത്. റൈറ്റ്. അടുത്ത മെയിൻ്റനൻസ് ഓഫ് രജിസ്റ്റർ ഓഫ് ഇമ്മൂവൽ പ്രോപ്പർട്ടീസിൻ്റെ ഫിക്സ്ഡ് അസറ്റ്സ് ആണല്ലേ ഇമ്മൂവൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ. ഫിക്സ്ഡ് അസറ്റ്സ് ആണ് അല്ലേ, ഫിക്സ്ഡ് ആർട്ടിക്കിൾസ് ആണ് അല്ലെ, ഫിക്സ്ഡ് പ്രോപ്പർട്ടിയാണ് ഇമ്മൂവൽ പ്രോപ്പർട്ടി. ആർട്ടിക്കിൾ 170. പിന്നെ ഇലക്ട്രിക്കൽ വർക്ക്സ്. ഇലക്ട്രിക്കൽ വിങ് ചെയ്യേണ്ടുന്ന PWD ഇലക്ട്രിക്കൽ വിങ് ഒക്കെ ചെയ്യേണ്ടുന്ന വർക്കുകളാണ് ഇലക്ട്രിക്കൽ വർക്ക്സ്. ആർട്ടിക്കിൾ 171. പിന്നെ ജനറൽ റൂൾസ്. പ്രധാനമായിട്ട് ജനറൽ റൂൾസ് പറയുന്നുണ്ട്. പൊതുവായ ചട്ടങ്ങൾ. സെലക്ഷൻ ഓഫ് സൈറ്റ്, വർക്കിൻ്റെ സൈറ്റ് സെലക്ഷൻ നടത്തുന്നത്. പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ് 173. സാങ്ഷൻ ഓഫ് വർക്ക്സ് 174. എസ്റ്റിമേറ്റ്സ് ആൻഡ് സാങ്ഷൻസ് ടു ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. എസ്റ്റിമേറ്റും സാങ്ഷൻസും ഒക്കെ എപ്പോഴും കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. ആർട്ടിക്കിൾ 175 പറഞ്ഞിരിക്കുന്നത്. യൂട്ടിലൈസേഷൻ ഓഫ് സേവിങ്സ് ആണ് ആർട്ടിക്കിൾ 176. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് 177. മെത്തേഡ് ഓഫ് എക്സിക്യൂട്ടിംഗ് വർക്കുകൾ എങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യാം, അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 178. പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഇൻവിറ്റേഷൻ ഓഫ് ടെൻഡർ ദർഗാസുകൾ ക്ഷണിക്കുന്നത്, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്, അതൊക്കെ 179. പ്രൊവിഷൻ ഓഫ് ഫണ്ട്സ്, ഇപ്പോൾ ഫണ്ട്സിനുള്ള വ്യവസ്ഥകളൊക്കെ. എക്സിക്യൂഷൻ ഓഫ് എഗ്രിമെൻറ്റ്, വർക്ക് നടത്തുന്ന ഒരു എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. ആർട്ടിക്കിൾ 181 മുതൽ 183 വരെയാണ്. സ്റ്റാർട്ടിംഗ് വർക്ക് വിത്തൗട്ട് എ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് ഓർ വിത്തൗട്ട് അഡിക്വേറ്റ് ഫണ്ട്സ് ഹാവ് ബീൻ പ്രൊവൈഡഡ്. ഇപ്പോഴേ എസ്റ്റിമേറ്റ് ഇല്ല, അതുപോലെ സഫിഷ്യൻറ്റ് ഫണ്ട്സ് ഇല്ല. അപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അത് ആർട്ടിക്കിൾ 184. ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടിങ് ഓഫ് വർക്ക് ഇൻ ആൻ എമർജൻസി. ഇപ്പോൾ ഫ്ലഡ് ഉണ്ടായി, ഒരു എമർജൻസിയാണ് ഉണ്ടായത് അല്ലേ, മഴ പെട്ടെന്നൊരു വെള്ളപ്പൊക്കം വന്നാൽ എമർജൻസിയാണ്. അവിടെ എസ്റ്റിമേറ്റും ഫണ്ട്സും ഒക്കെ ഇല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ വർക്കുകൾ നേരിടേണ്ടി വരും. അതുപോലെ മസ്റ്റർ റോൾ ഫോർ എ വർക്ക് എക്സിക്യൂട്ടഡ് ഡിപ്പാർട്ട്മെൻ്റലി
ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് വർക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മസ്റ്റർ റോൾ മെയിൻറ്റെയിൻ ചെയ്യണം. വെരി ഇമ്പോർട്ടൻറ്റ്. ആർട്ടിക്കിൾ 186, 187 ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരി, ചാപ്റ്ററിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും. ഇതിപ്പോൾ 7ാമത്തെ ചാപ്റ്ററാണ്. ഈ 1 മുതൽ 7 വരെ ചാപ്റ്ററൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ ഒരു 10 ചാപ്റ്ററെങ്കിലും നന്നായി പഠിച്ചിരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ലേബർ എൻഗേജഡ് ഡിപ്പാർട്ട്മെൻ്റലി ത്രൂ കോൺട്രാക്ടർ, ഒരു ഡിപ്പാർട്ട്മെൻ്റലി ത്രൂ കോൺട്രാക്ടർ 188. മെഷർമെൻറ്റ് ബുക്ക്, ഈ മസ്റ്റർ റോള് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് മെഷർമെൻറ്റ് ബുക്ക്. അതിൻ്റെ മെയിൻ്റനൻസ്, വർക്ക് എക്സിക്യൂഷനായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് ബുക്ക് എന്ന് പറഞ്ഞ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ആർട്ടിക്കിൾസ് 189 മുതൽ 190, 189, 190 മെഷർമെൻറ്റ് ബുക്ക്. ചെക്ക് മെഷർമെൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് 191. മസ്റ്റർ റോൾ എത്രയാണ്? മസ്റ്റർ റോൾ 186, 87. മെഷർമെൻറ്റ് ബുക്കോ 189, 90. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ വളരെ ബൈഹാർട്ടായിരിക്കും കേട്ടോ. അതായത് മസ്റ്റർ റോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ആർട്ടിക്കിൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അടുത്ത എയ്ഡ് ടു കോൺട്രാക്ടേഴ്സ്, കോൺട്രാക്ടർമാർ കൊടുക്കുന്ന സഹായം 192. ലയബിലിറ്റി ഓഫ് കോൺട്രാക്ടേഴ്സ്, അവരുടെ ബാധ്യതകൾ 193. കംപ്ലീഷൻ റിപ്പോർട്ട്, വർക്കിൻ്റെ ഒരു കംപ്ലീഷൻ റിപ്പോർട്ടാണ് 194. ഡിസ്പോസൽ ഓഫ് സർപ്ലസ് മെറ്റീരിയൽസ്, ഇനി വർക്കൊക്കെ കഴിഞ്ഞിട്ട് അധികം മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാം. പ്രൊട്ടക്ഷൻ ഓഫ് റിലീജിയസ് എഡിഫൈസസ്, അതായത് എന്തെങ്കിലും മതപരമായിട്ടുള്ള ചില കെട്ടിടങ്ങളൊക്കെ അതിൻ്റെ പ്രൊട്ടക്ഷൻ. വർക്ക്സ് അലോട്ടഡ് ടു ദ PWD ഡിപ്പാർട്ട്മെൻറ്റ് 197. കൺസൾട്ടേഷൻ വിത്ത് PWD 198. അപ്പോൾ ആർട്ടിക്കിൾസ് എത്ര മുതൽ എത്ര വരെയാണ്? വർക്ക്സിൽ 163 മുതൽ 198 വരെയുള്ള ആർട്ടിക്കിൾസ് വർക്ക്സാണ്. അടുത്ത ചാപ്റ്റർ നമുക്ക് പിന്നെ അടുത്ത ചാപ്റ്ററിലെ ചാപ്റ്റർ 8 മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചറാണ്. അത് ആ ക്ലാസ്സിൻ്റെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ആമുഖമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്ന് നിങ്ങൾ ടെക്സ്റ്റ് എടുത്തിട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് ഒന്ന് വായിച്ച് നോക്കണം. ഇത് ജസ്റ്റ് ഒന്ന് കേട്ടാലും മതി, ഇപ്പോൾ വായിച്ചില്ലെങ്കിലും ഒന്നുമില്ല. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ക്ലാസ്സിൽ കേട്ടതിന് ശേഷം, അതായത് ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതൊക്കെ നമ്മുടെ മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആണ്. കംപ്ലീറ്റ് ക്ലാസ്സുകളുടെ പ്രീവിയസ് ചോദ്യങ്ങൾ, ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ടേബിൾ ഓഫ് കണ്ടൻസ് ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി പഠിക്കുക. നല്ല മാർക്ക് എല്ലാവർക്കും ലഭിക്കും. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് എ ലോട്ട്.